പച്ചക്ക് കറിയാണേല് മൂഞ്ചു. ഭയങ്കര ബ്രൂട്ടലി ഹോണസ്റ്റ് ആണെന്നാണ്. ഫുഡ് കഴിക്കണേലും കൈ ബുക്ക് വെച്ചാണ്ടോ. എനിക്ക് എപ്പോഴും അത്ഭുതം ഇവരൊക്കെ എന്ത് ധൈര്യത്തിൽ ഇവിടെ വന്നെന്നുള്ളത്. പാരന്റ്സ് എത്ര കഷ്ടപ്പെട്ടാണ്ടാ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ ഉമ്മ ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് നീ കേട്ടല്ലോ, അത് റിഗ്രറ്റ് ഉണ്ടോ? റിഗ്രറ്റ് ഉണ്ട്. ആ മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടെങ്കിൽ തന്നെ എന്തായിരിക്കും ഒരു പരിധി വരെ നിങ്ങൾ മൊത്തം കവർ ചെയ്തിട്ടുണ്ടാവും. അന്നേരം നിന്റെ മനസ്സിൽ ആ ഡോക്ടർ ഞാനാണെന്ന് നോക്കാം, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവും. ഹായ് മക്കളെ, ഇന്നത്തെ ഇന്റർവ്യൂ പൊളിക്കുന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മിസ്റ്റർ ഷഹബാസ് ആണ്. ഷഹബാസ് ഞങ്ങളുടെ കൂടെ നമ്മുടെ റെസിഡൻഷ്യൽ സ്കൂള് നീറ്റ് ബാച്ചിലായിരുന്നു. ആൻഡ് ഫസ്റ്റ് ചാൻസ് തന്നെ +2ൻ്റെ കൂടെ തന്നെ അവൻ നീറ്റിൽ ഏകദേശം 690 അടുത്ത് മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, റിപ്പീറ്റ് അല്ല, +2ൻ്റെ കൂടെ 690 അടുത്ത് മാർക്കാണ് അവൻ സ്കോർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഷഹബാസ് എനിക്ക് തോന്നുന്നു ഭയങ്കര ബ്രൂട്ടലി ഹോണസ്റ്റ് ആണെന്നാണ്. അപ്പോൾ ഇന്റർവ്യൂ കുറച്ചും കൂടെ രസമുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങല്ലേ? പറ ഷഹബാസ്, അതായത് ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 എന്തെടുക്കണമെന്ന് പോലും ഭൂരിഭാഗം കുട്ടികൾക്ക് ഡൗട്ടുള്ള സമയത്ത് എങ്ങനെ ഈ നീറ്റ് എടുക്കാന്നൊക്കെ തീരുമാനിച്ചു? എങ്ങനെയാണ് നീറ്റിലേക്ക് വന്നേ? ഞാനും സത്യത്തില് ഓലെ പോലെ തന്നെ ആയിരുന്നു. ആണോ? വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ ചെറുപ്പം മുതലേ ഡോക്ടർ ആണെന്നുണ്ടോ? ഇല്ല, ആ ഒരു ഐഡിയ ആദ്യം ഇല്ലായിരുന്നു. പിന്നെ അടുത്ത് കയറി വന്നത് ആദ്യം തന്നെ പൈലറ്റ് അങ്ങനത്തെ ഓരോരോ ഐഡിയ ആയിരുന്നുണ്ടായിരുന്നു. പിന്നെ അതിന്റെ പഠനത്തിനുള്ള ഫീസിന്റെ ഒക്കെ ആലോചിച്ച് പിന്നെ വേണ്ടാന്ന് വെച്ച് നടക്കുന്നതല്ല. പൈലറ്റ് പഠനം കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ടല്ലേ? ഓക്കെ. പിന്നെ ഡോക്ടറിലോട്ടുള്ള ഒരു വഴി വന്നത് പറഞ്ഞാല് 9ാം ക്ലാസ് 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഉമ്മയും ഇപ്പൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, ഈ ഡോക്ടർ എന്നുള്ള ഒരു ജോലി നമ്മളെ ഫാമിലിയിൽ ഇതുവരെ, അതായത് ഉമ്മാന്റെ ഫാമിലിയിൽ ആർക്കും കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരാള് കിട്ടാന്ന് പറഞ്ഞാല് അത് അടിപൊളിയാവും. നിന്നോട് ഡയറക്റ്റ് പറഞ്ഞതാണോ അല്ല ഒരു പരസ്പരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു വട്ടം ഇതേപോലെ ഈ ഒരു കഴിയുന്ന സമയത്ത് അവര് പറഞ്ഞു എന്ത് ഇങ്ങനെ ഡോക്ടറായ അടിപൊളിയാവില്ലേ പറഞ്ഞു. ഈ ഉമ്മ ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് നീ കേട്ടല്ലോ, അന്നേരം നിന്റെ മനസ്സിൽ ആ ഡോക്ടർ ഞാനാണെന്ന് നോക്കാം, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും വന്നിനെങ്കിൽ ചിലപ്പോ തോന്നുന്നു. അങ്ങനെ ഒരു ചാൻസ് ഒന്നും. പക്ഷെ ഇല്ല, അങ്ങനത്തെ ഒരു കേസ് വന്നിട്ടില്ല. ഓക്കെ ഓക്കെ റൈറ്റ്. അപ്പം ഉമ്മാന്റെ കുടുംബത്തിൽ ആദ്യത്തെ ഡോക്ടർ ആവാൻ പോവാണ് നീ, ആണല്ലേ? ഓക്കെ റൈറ്റ്. എന്നിട്ട് എങ്ങനെ എജ്യൂപോർട്ടിലെത്തി? അതായത് സംഭവം നിങ്ങൾ 10ാം ക്ലാസ്സിൽ നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ എന്നാലും എജ്യൂപോർട്ട് ആദ്യമായിട്ടായിരുന്നു ഒരു റെസിഡൻഷ്യൽ സ്കൂള്. ഇതിനെ പലരും പേടിപ്പിക്കുകയും ചെയ്തില്ലേ? അതായത് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ, അപ്പം ഓൾക്ക് അറിയണ്ടാവില്ലല്ലോ അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്താല് എങ്ങനെ പോകേണ്ടതും, അതേപോലെ തന്നെ അവിടുന്ന് റിസൾട്ട് ഉണ്ടാവും ഒരു ഉറപ്പില്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നിയത് ഇത് ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് എന്തായാലും ശ്രദ്ധിക്കും. അതേപോലെ തന്നെ നമ്മളെ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പൊ കുറെ ആൾക്കാരൊന്നും ഇല്ലല്ലോ, അത് ഇനീഷ്യലി ഇല്ലേനല്ലോ, അതിന്ന് കയറി വന്നതാണ്. അപ്പം എനിക്ക് തോന്നി ഇവിടെ വന്നാൽ തന്നെ ചിലപ്പം സെറ്റ് ആവും. അതേപോലെ പഠിച്ചു കഴിഞ്ഞാല് അതുപോലെ നമ്മളെ ക്യാമ്പസ് ഞാൻ വന്നപ്പോ കണ്ടായിരുന്നു, അടിപൊളി ക്യാമ്പസ് ആയിരുന്നു. അപ്പൊ അവിടുന്ന് അപ്പം തോന്നി ഇവിടെ വന്നാല് അടിപൊളിയാവും. അതല്ല വന്നേ കാര്യം ഉണ്ടായി. എനിക്ക് പണ്ട് നിങ്ങൾ തുടക്കത്തെ സമയം നിങ്ങൾ +1 ഇങ്ങനെ ഞാനിങ്ങനെ അവിടെ വരുമല്ലോ, ഇത്രയും കുട്ടികൾക്കാവും എനിക്ക് എപ്പോഴും അത്ഭുതം ഇവരൊക്കെ എന്ത് ധൈര്യത്തിൽ ഇവിടെ വന്നെന്നുള്ളത്. കാരണം എന്താ വെച്ചാല് ഇതൊരു ചെറിയ ഗെയിം, ഒന്നാമത് നല്ല പൈസ ഉണ്ട്, പിന്നെ നിങ്ങളൊരു ഫ്യൂച്ചർ ഇതാണ്. പക്ഷെ എന്തായാലും വന്നതിൽ സെറ്റായില്ല. അപ്പം ഇവിടെ എന്താ നിനക്ക് വർക്ക്ഔട്ട് ചെയ്തത്? എന്തുകൊണ്ടാണ് എനിക്ക് ഇത് കിട്ടാനുള്ള കാരണം? എന്താ ഞങ്ങൾ അടിപൊളിയായിട്ട് തന്നത്? മെയിൻ ആയിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ക്ലാസ് തന്നെയാണ്. ഇവിടുത്തെ ഫാക്കൽറ്റീസ് അടിപൊളി ക്ലാസ്സാണ് തരുന്നത്. ആ ക്ലാസ് തന്നെയാണ് ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. അവിടുത്തെ നോട്ട്സും ക്ലാസ്സും, അതായത് അതിൽ തന്നെ എനിക്ക് കൺസെപ്റ്റുകളൊക്കെ സെറ്റായി. അതായത് എക്സ്ട്രാ ഒരു പുറത്തുനിന്നായിട്ട് ഒരു വേറെ ആരെ ക്ലാസ്സോ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം വന്നിട്ടില്ല. ഇവിടെ തന്നെ മതി. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നല്ല മടിയായിരുന്നു അല്ലേ? ക്വസ്റ്റ്യൻ ചെയ്യാൻ മടിയെന്നല്ല, എനിക്കെന്താ പറയാ, ഇവിടുത്തെ ഇതിൽ തന്നെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് ഫുള്ള് ഒരു പറഞ്ഞ കംപ്ലീറ്റ് കൺസെപ്റ്റും തലയിൽ കയറിയിട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു ക്വസ്റ്റ്യൻ. പിന്നെ അതിനുള്ള ടൈം എനിക്ക് കിട്ടാറില്ലായിരുന്നു. എനിക്കൊന്ന് ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലായിരുന്നു അല്ലേ? ക്ലാസ്സിൽ ശ്രദ്ധിക്കും, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഉറക്കം വരും. എന്നാലും ഉറക്കം വരാണ്ട് ഇന്റർവെല്ലിന്റെ ടൈമിൽ ഈ ഇന്ന പോർഷൻ എന്താണ്, ഇന്ന പോർഷൻ എന്താണ് അവരോട് ചോദിച്ചിട്ട് മിസ് ഔട്ട് ആയ സാധനം ഇന്റർവെല്ലിന്റെ സമയത്ത് തന്നെ അത് പഠിച്ചെടുക്കായിരുന്നു അല്ലേ? ഇനി പറയും ഈ വർഷം ഇനി കുറെ ആൾക്കാർ റിപ്പീറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ചിലപ്പോൾ നിന്നോട് തന്നെ ആൾക്കാർ ഇനി കസിൻസ് ഒക്കെ ചോദിക്കാനൊക്കെ സാധ്യതയുണ്ടാവും. പിന്നെ ഷഹബാസ്, ഞാൻ നിന്നെന്താ വീട്ടിൽ വിളിക്കാം? പുറത്തു പറയാൻ പറ്റാത്ത ഷിബു. ഓക്കെ എടാ ഷിബു, ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്താണ് നിനക്ക് പറയാനുള്ളത് തോന്നിക്കഴിഞ്ഞാൽ എന്തൊക്കെയാ പറയാ? എന്താ പറയാന്ന് വെച്ചാല് സ്വന്തമായിട്ട് തന്നെ മോട്ടിവേറ്റഡ് ആവുക. വെച്ചാല് അവിടെ പോയാല് ഫാമിലി മെമ്പേഴ്സും അവരൊക്കെ ഉണ്ടാവുള്ളൂ മോട്ടിവേറ്റ് ചെയ്യാനും വേണ്ടി. അതേപോലെ തന്നെ സാറന്മാരുണ്ടാവും, പ്രശ്നമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ എന്താ പറയാ, നമ്മൾ തോന്നും ഇത് വേണോ ഇത് ഇപ്പൊ ഒഴിവാക്കിയാലോ. മാത്രമേ ഇനി അവസാനത്തേക്കൊക്കെ അടുക്കുകയാണെങ്കിൽ നമ്മളിപ്പം എക്സാംസിലൊന്നും അങ്ങനെ സ്കോർ ഇല്ലായിരുന്നു നമ്മൾ തോന്നും
ഇപ്പോൾ അത്രയും പഠിച്ചുണ്ടാക്കി ഇപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് അടുത്ത വർഷം അടുത്ത വർഷം ഞാൻ അടിപൊളിയാക്കാം. അതുപോലെ നമ്മൾ ആവരുത്. അതായത് ഫസ്റ്റ് ഇയറിൽ തന്നെ അടിച്ച് കയറുകയാണെങ്കിൽ, അതേപോലെ റിപ്പീറ്റർ ബാച്ച് പോവുകയാണെങ്കിൽ ഫസ്റ്റിന് അടിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളൊരു വർഷം ലാഭിച്ചു തന്നെ പറയാലോ. വെറുതെ ആ അവസാനത്തെ എക്സാമിന്റെ അന്ന് വരെ എന്ത് ചെയ്യണം, പ്രതീക്ഷ കൈവിടാതെ മോട്ടിവേറ്റഡ് ആയിരിക്കണം അല്ലേ. അതേപോലെ അതായത് അവസാനത്തിലോട്ട് നമ്മൾ എക്സാം സീരീസ് വന്നപ്പോഴാണ് സാധാരണ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയത്. അതേപോലെ അപ്ലിക്കേഷന് ലെവലായിട്ട് അപ്ലിക്കേഷൻ എങ്ങനെയാന്നുള്ളത് എക്സാമിലൂടെ കിട്ടിയത്. അപ്പൊ ഈ എക്സാം സീരീസ് കഴിഞ്ഞപ്പം ഏതോ ഒരു പയ്യൻ പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ കണക്ക് ഏകദേശം 11,000 ക്വസ്റ്റ്യൻസ് എങ്ങനെ അതിന് മുകളിലുണ്ട്. അതായത് നമ്മളൊരു ചെറിയ രീതിയിൽ വെറുതെ ഒന്ന് കൂട്ടി നോക്കിയതാ, അതിന്റെ ഇടയിൽ വേറെ ഉണ്ടാവുമല്ലോ ക്വസ്റ്റ്യൻ ചെയ്ത്. അതായത് ആ ഒരു ഡിസംബർ മുതലുള്ള സമയത്ത് 11,000. അത് ശരിക്കും എനിക്ക് വിജയ് സാറോടൊക്കെ ഒന്ന് പറയണം, നമ്മൾ അത്രയും ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ അതില് ഉഴപ്പുന്നതിനെ കുറിച്ചൊക്കെ എന്താണ് അതായത് പിന്നെ നീ നേരത്തെ ഇങ്ങനെ പറഞ്ഞല്ലോ ഉഴപ്പാൻ പാടില്ല, അത് എന്താ സാധനം? ഉഴപ്പാന്ന് വെച്ചാല് മെയിനായിട്ട് പറഞ്ഞാല് നമ്മള് അഫയേഴ്സിൽ പെടുക, അതേപോലെ തന്നെ ഇനിയിപ്പോ ഫോണ് അങ്ങനത്തെ ഓരോന്ന് കയ്യിലുണ്ടെങ്കില് അതും വെച്ചാണ്ട് ആരും അറിയാണ്ട് എവിടെയെങ്കിലും പോയിരുന്നാണ്ട് ഇൻസ്റ്റാഗ്രാം നോക്കുക, അല്ലെ യൂട്യൂബ് കണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക പറഞ്ഞാല് അത് റിപ്പീറ്റർ ആയിട്ട് പോവാണേലും അല്ലെങ്കിൽ ഓൺ ഗോയിങ് ആയിട്ട് പോവാണേലും അതായത് ഒരു ടൈം വേസ്റ്റേജ് എന്ന് പറയാം. അതേപോലെ തന്നെ ഈ പൈസ കൊടുത്തൊക്കെ പോവാണേല് പാരന്റ്സ് എത്ര കഷ്ടപ്പെട്ടാണ്ടാ ചെയ്യുന്നത് പറയാൻ പറ്റില്ലല്ലോ. അതായത് ഓല് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് കണ്ടിരിക്കാല്ലേ. വീട്ടിൽ തന്നെ പോയിരുന്ന് ചെയ്താൽ മതിയല്ലോ, എവിടെ ആവശ്യം എപ്പാണ്ടിരിക്കുക അത്ര തന്നെ. അഫയേഴ്സ് പറഞ്ഞാല് നമ്മളെ മൈൻഡ് അങ്ങോട്ട് തെറ്റിക്കും കംപ്ലീറ്റ്. ഇതിപ്പോ കുറെ ആൾക്കാര് വരെ ഉണ്ടാവും, പക്ഷെ ഞങ്ങൾ റെസിഡൻഷ്യൽ പഠിക്കുന്ന സമയത്തിലൊക്കെ ഓരൊക്കെ ചിന്ത വേറെ എന്തൊക്കെ ആയിരിക്കും. പിന്നെ ഷഹബാസ് ഒരു സിംഗിൾ പ്രസംഗയാണ് എന്ന് മാത്രമല്ല അതായത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവൻ ഭയങ്കര ബ്രൂട്ടലി ഹോണസ്റ്റ് ആണ്. കാരണം ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ ചിലപ്പോൾ ആൾക്കാർ ഇതൊന്നും പറയില്ല. പക്ഷെ അഫയേഴ്സ് ശരിയോ തെറ്റോ എന്നതിനേക്കാൾ അപ്പുറം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എന്താണ് പഠിക്കേണ്ട ഒരുപാട് സമയം നമ്മുടെ തോട്ടിലേക്ക് പോകുന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അതുപോലെ തന്നെയാണ് ഈ ടാബിൻ്റെ കേസിലും. അപ്പം നമ്മൾ ഇപ്പം നിങ്ങൾ എഡ്യൂപോർട്ടിൽ റിപ്പീറ്റ് വരികയാണെങ്കിലും പിന്നെ എനിക്കൊന്ന് ഇപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ടാബ് കൊടുക്കുന്നുണ്ടെന്നല്ലേ. ടാബ് കൊടുക്കുമ്പോൾ ഞങ്ങളൊരു സെക്യൂർഡ് സാധനത്തിലൊക്കെയാണ് തരിക. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നീറ്റല്ലേ ജയ് എന്നുള്ള മോഹം അങ്ങോട്ട് ഉപേക്ഷിക്കലാണ് നല്ലതല്ലേ. ബ്രേക്ക് ചെയ്യാൻ തീരുമാനിക്കുന്ന ആ നിമിഷം നിങ്ങൾക്ക് പണി കിട്ടി. കാരണം ഞങ്ങൾക്ക് വീണ്ടും ചെക്ക് ചെയ്യുക, വീണ്ടും ഫിക്സ് ചെയ്യുക, അതൊക്കെ ഉണ്ടെങ്കിൽ കൂടി പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു കോൺസെൻട്രേഷൻ കിട്ടൂല എന്നുള്ളത് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ എഫേർട്ടിനെ കുറിച്ച് എന്താ? എഫേർട്ട് പറഞ്ഞാല് എനിക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു ഇതുണ്ട്, അവനങ്ങനെ എന്താ പറയാ ബ്രൈറ്റാന്ന് ഞാൻ പറയില്ല, ബ്രൈറ്റാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ അവന് പറഞ്ഞാല് ഫുൾ ടൈം നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നു പറഞ്ഞാല് ഒരു കയ്യില് ബുക്ക് ഉണ്ടെങ്കിൽ മറ്റേ കഴിഞ്ഞ് ഫുഡ് കഴിക്കണേലും കയ്യിൽ ബുക്ക് വെച്ചാണ്ടോ അല്ലെങ്കിൽ എന്തേലും ആലോചിച്ച് ഇങ്ങനെ ഇരിക്കണം. പക്ഷെ അവൻ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുമെങ്കിലും ഓൻ എന്ത് ചെയ്യും, ആ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എന്താണോ കോസ് എന്താന്നുള്ളത് കണ്ടെത്തിയിട്ട് അത് ഒഴിവാക്കാൻ ശ്രമിക്കും. ഇപ്പൊ ആരെങ്കിലും സംസാരിക്കുന്നതാണ് കാരണമെങ്കിൽ ഒന്നല്ലേ ഓല ഒഴിവാക്കും, അല്ലെങ്കിൽ ഏതൊരു സൗണ്ട് ഇല്ലാത്ത സ്ഥലത്തോ അവിടെ പൊസിഷൻ മാറ്റിയിരിക്കും. അപ്പൊ ഓനെ കാണുമ്പോ ഞാനും മോട്ടിവേറ്റഡ് ആവാറുണ്ട്. ഓൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് പഠിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇതേപോലെ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അവന്റെ എക്സാമ്പിൾ, പിന്നെ അതുപോലെ അഭിജിത്ത് പിന്നെ അഭിജിത്തും ഭയങ്കര സംഭവം തന്നെ. ഞാനിപ്പോ നിങ്ങളെ ഹോസ്റ്റലിൽ വരികയാണെങ്കിലും നിങ്ങളൊക്കെ എന്തെങ്കിലും പറയണം, അവൻ പഠിക്കുന്നതല്ലാതെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല കണ്ടില്ല. ഈ അഭിജിത്തിന്റെ കേസ് ഞാൻ കൊണ്ടുവരുന്നുണ്ട്. 77 വല്ലാത്ത കഥയല്ല, അവന്റെ 77% എന്തുള്ളത് അവന് +2 മാർക്ക്. എന്നിട്ടാണ് ആദ്യത്തെ റിപ്പീറ്റ്, അതായത് ഈ 77 കിട്ടിയിട്ട് രണ്ടാമത് മൂന്നാമതൊക്കെ റിപ്പീറ്റും അതിനുശേഷം റിപ്പീറ്റൊക്കെ ചെയ്തിട്ട് കിട്ടിയ കുട്ടികളെ കഥ എനിക്കറിയാം. പക്ഷെ നേരിട്ട് ഞാൻ നമ്മളെന്താ പറയുക കൂടെ നടന്ന് പരിചയപ്പെട്ട ആളാണ് അഭിജിത്ത് എന്ന് പറയുന്നത്. 77% ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ എന്താണ് ഓൾമോസ്റ്റ് നല്ല സ്കോറിലേക്ക് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, 650 ആ ഒരു റേഞ്ചിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അവൻ എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ അത് ഇമ്പോർട്ടൻ്റ്. അതായത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ അക്കാഡമിക്കലി ഭയങ്കര എക്സലന്റ് ആണ്, അതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. പക്ഷെ ആവറേജോ ബിലോ ആവറേജ് ആണെങ്കിലും ഹാർഡ് വർക്ക് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് കയറി വരാൻ പറ്റും. ഓരൊക്കെ തന്നെ. പിന്നെ ഇവന്റെ ഒക്കെ കേസിൽ എനിക്ക് തോന്നുന്നത് ബാത്റൂമിൽ പോലും എന്താണ് അതോ വെള്ളം ഒഴിച്ചിട്ടില്ല നടക്കാൻ ചെയ്യാറുണ്ട് ആൾക്കാർ പറയാറുണ്ട്. ഓക്കെ റൈറ്റ്. അപ്പം ഫസ്റ്റ് പാരൻസിനെ കുറിച്ച് ആലോചിക്കുക, അതേപോലെ തന്നെ ഇത് ചെയ്യണം. പിന്നെ വേറെ നിന്നെ എന്താ മോട്ടിവേറ്റ് ചെയ്തത്? വാട്ട് കീപ്സ് യു മോട്ടിവേറ്റഡ്? മോട്ടിവേറ്റ് ചെയ്തത്
ഒന്ന് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് പാരൻസ് തന്നെയാണ്, ഫാമിലി. അതുപോലെ തന്നെ പിന്നെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള ഒരാലോചന. അതായത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉഴപ്പി കഴിഞ്ഞാൽ എന്താവുക എന്ന് വെച്ചാൽ, ഇങ്ങനെ പോയാൽ നമ്മളിപ്പം ഒരു നല്ലൊരു ജീവിതം ജീവിക്കാൻ കഴിയോ. ഇപ്പം പുതുതായിട്ടുള്ള ഓരോന്നോരോന്ന് വന്നു തുടങ്ങുകയാണ്. നമുക്കിപ്പം ജീവിച്ചു പോകണമെങ്കിൽ എന്തായിരുന്നു നമ്മൾ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഡോക്ടറിൻ്റെ കേസിലോട്ടാണ് വരുന്നത്. പിന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ഇതൊക്കെ തന്നെയായിരുന്നു കാര്യമായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഉള്ളത് പറഞ്ഞാല് കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സും അതേപോലെ തന്നെ അവരുടെ അവരായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ തന്നെ നമുക്കും തോന്നും നമ്മൾ പോലെ ആയിരുന്നെങ്കിൽ അടിപൊളിയാവും. അതായത് ആ ഫ്രണ്ട് സർക്കിൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഭയങ്കര നല്ലൊരു ടീമായിരുന്നു. നമ്മൾ അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്യും, അവർ തിരിച്ചു മോട്ടിവേറ്റ് ചെയ്യുന്നു, നമ്മൾ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുന്നു പഠിക്കാൻ, അതേപോലെ തിരിച്ച് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യുമ്പോൾ നല്ല രസമാണ്. കൂടി നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അറിയുന്ന കൺസെപ്റ്റ് നമുക്കും കിട്ടും, നമുക്ക് അറിയുന്നത് അവർക്കും കിട്ടും. നിങ്ങളൊന്ന് മറ്റേ ബെറ്റൊക്കെ വെക്കുന്നുണ്ടായിരുന്നു, ആ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല എന്നൊരാൾ പറയുന്നു. മറ്റേ ഏതാ അതേപോലെ തന്നെ ഞങ്ങളൊരു എക്സാമിന്, അതായത് നമ്മൾ ഇവിടുന്ന് നടത്തിയ എക്സാം ഉണ്ടല്ലോ, അതില് ഇന്നൊരു റേഞ്ചിന്റെ മുകളിലോട്ട് മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫൈന്, 50 രൂപ ഫൈൻ അത് കുറ്റിയിൽ ഇട്ടിട്ട് ഒരു 720 ആ ഒരു റേഞ്ചിലോട്ട് വരികയാണെങ്കിൽ അത് അതൊക്കെ ഉണ്ടായിരുന്നില്ല. ഞാൻ അറിയാത്ത കേസാണ്. പിന്നെ ഇത്ര ആൾക്കാർ നിങ്ങൾ ആ 11 ആൾക്കാർക്ക് ശരി ഞങ്ങൾ തന്നെ ഇടയിൽ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ആവാൻ വേണ്ടി ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു കാലത്ത് കുറച്ചൊന്നും ഉഴപ്പിണ്ടായിരുന്നില്ല പ്ലസ് വണ്ണിൽ. പ്ലസ് വണ്ണൊന്നും ഉഴപ്പിയിട്ടുണ്ട്. പ്ലസ് ടുവിൽ അങ്ങനെ ഉഴപ്പിന്റെ ഒരു കേസ് തോന്നിയിട്ടില്ല. റിഗ്രറ്റ് ഉണ്ടോ? റിഗ്രറ്റ് ഉണ്ട് എന്ന് വെച്ചാല് ഉഴപ്പിയില്ലേ കുറച്ചുകൂടി വാങ്ങിയേ തോന്നിട്ട് 700 അടക്കേ തോന്നുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ. അതായത് പിന്നെ എന്തായാലും ഒരു കേരളത്തിലെ ടോപ്പ് മെഡിക്കൽ കോളേജിൽ സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു 1 മാസം 2 മാസം അങ്ങനെ ആയിരിക്കില്ല മാക്സിമം ഉണ്ടാവും. 1 മാസം എങ്ങനെ അത്രയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഉഴപ്പൽ സമയം എന്ന് പറയുന്നത്. അതെ, ആ ഒരു സമയം ഉഴപ്പിപ്പോയി എന്ന് അറിയുമ്പോൾ ഇപ്പോഴും എന്തുണ്ട്, അവന് റിഗ്രറ്റ് ഉണ്ട് എന്നുള്ളത് ഭയങ്കര വലിയ കാര്യമാണ്. ഇതൊക്കെ ഒരു ക്യാരക്ടറുണ്ട്. പിന്നെ ഇതിൽ ഇവൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഈ മോട്ടിവേഷൻ്റെ ഇടയിൽ ഞാൻ കണ്ടെടുത്തോളം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു വളരെ കുറച്ച് സമയത്തേക്ക് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇപ്പം എൻ്റെ ചിലപ്പോൾ ഒരു വീഡിയോ ഒക്കെ കണ്ടാൽ യെസ് സർ ഞാൻ മോട്ടിവേറ്റഡ് ആയി എന്നൊക്കെ പറയും, നാളെ മറ്റന്നാളാകുമ്പോൾ വീണ്ടും നിങ്ങൾ പഴയ പോലെ തന്നെ ആവാറുണ്ട്. പക്ഷേ ഈ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ പലപ്പോഴും ഞാൻ കണ്ട ഒരു കോമൺ സംഭവം വെച്ചാൽ അവർ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും ഫാമിലിയിൽ അല്ലേ. അത് നിനക്ക് തന്നെ തോന്നില്ല? അതായത് ഉപ്പ ഉമ്മ അവരെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ മോട്ടിവേഷൻ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം അവരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പൈസയാണ് നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അതും എന്താ പറയുക, എന്നിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനൊക്കെ പോയിട്ട് ടാബും പൊട്ടിച്ച് യൂട്യൂബ് സിനിമ ആണല്ലോ ഇൻസ്റ്റാഗ്രാം നോക്കുക എന്ന് പറയുന്നത് ഭയങ്കര മോശം തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് എന്താ ഡൗൺ ആകുമ്പോൾ നീ എന്താ ചെയ്യുക? ഡൗൺ ആകുമ്പം ഒന്ന് പറഞ്ഞാല് ഒന്ന് ഒറ്റക്കൊന്ന് ഇരിക്കും, എന്നിട്ടൊന്ന് ആലോചിക്കും എന്താ ഡൗൺ ആവാനുള്ള കാരണം എന്താണ്, അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഡൗൺ ആവാണ്ടിരിക്കാണ്ട് എന്താ ചെയ്യുക, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും. അതേപോലെ തന്നെ പാരൻസിനെ വിളിക്കുകയാണെങ്കിൽ പാരൻസിനെ വിളിക്കും. പാരൻസൊക്കെ നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു, അതായത് ഒരു ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് മെയിൻ കാരണം മോട്ടിവേറ്റഡ് ആവാനുള്ള അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പോയത്. പിന്നെ ഇപ്പോൾ ചുമ്മാ തോന്നിയൊരു ചോദ്യമാണ്, അതായത് അവിടെ നിങ്ങൾ കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ, പല നാട്ടിൽ നിന്ന് പല സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാർ. അപ്പം അവരുമായിട്ട് ഇങ്ങനെ അവർ പഠിക്കുന്നത് കണ്ടിട്ട് നീ കോപ്പി ചെയ്ത എന്തെങ്കിലും സ്റ്റഡി ട്രിക്കുകളൊക്കെ ഉണ്ടോ? അതായത് അവരെ ഇപ്പം റംഷാദ് ചിലപ്പോൾ ഭയങ്കര എഫക്റ്റീവ് ആയത് പറഞ്ഞാല് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എഴുതി വെക്കുക. അതൊരു മാസം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ പിന്നെ എനിക്ക് അതിനുള്ള ടൈം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി. പക്ഷെ വേറൊന്നുണ്ട് പറഞ്ഞാല് ചെയ്ത കാര്യങ്ങൾ അതായത് അന്ന് എന്ത് ചെയ്തു, എന്താണ് ചെയ്യാനുള്ളത്, ജേർണലിംഗ് നമ്മളെപ്പോഴും പറയുന്നതാണ്. ഇത് ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഇതൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുക, വൈകുന്നേരം വന്ന് അത് ടിക്ക് ഇടുക എന്ന് പറയുന്ന സാധനം അല്ലേ. യെസ് യെസ്. അതായത് മുമ്പൊക്കെ എനിക്കൊക്കെ ഈ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്നേരമൊക്കെ ഞാനൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ എഴുതാത്തത് എന്ത് ചെയ്യും, ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ആ ജേർണൽ ആദ്യം അത് എഴുതും, ഇന്ന് ഞാൻ ചെയ്തു, എന്നിട്ടൊരു ടിക്കിടും. ആ ടിക്കിടും ഉണ്ടാകുന്നൊരു ഭയങ്കര ഫിനിഷ് ആയതല്ലോ. പക്ഷെ അത് ഫിനിഷ് ചെയ്യാണ്ട് അടുത്തതിൽ ഒന്ന് ഫിനിഷ് ചെയ്യാതെ ഒരു ബ്ലാങ്ക് ആയി കാണുമ്പോൾ അടുത്ത ദിവസം ഇതുകൂടി റെഡി ആക്കണം, അങ്ങനെ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് വരും. അതേപോലെ തന്നെ വേറെ ഉണ്ട് പറഞ്ഞാല് ഈ എക്സാമിന്റെ ശേഷം
അതായത് അവിടുന്ന് നടത്തുന്ന എക്സാമിന് ശേഷം തെറ്റിയ ഭാഗങ്ങൾ എഴുതിയെടുക്കുക, അതേപോലെ തെറ്റുള്ള കാരണം എന്താണെന്ന് എഴുതിക്കുക, അതേപോലെ തന്നെ അത് കിട്ടാനും വേണ്ടി അവിടെ ഏത് ഇക്വേഷൻ ആണോ അല്ലെങ്കിൽ ഈ കൺസെപ്റ്റ് എന്താണോ ഉള്ളത് അതൊന്ന് എഴുതിയെടുക്കുക. അതേപോലെ എക്സാമിന് മുമ്പ് അതൊന്ന് വായിച്ചു പോവുക. അതൊക്കെ ഞാൻ പറയാം അവൻ യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ് ഞാൻ കോപ്പി ചെയ്തത്. ഞാൻ തുടക്കത്തിലെ നിങ്ങളോട് പറയുന്ന ഒരു സാധനമായിരുന്നില്ല എക്സാം അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ അബി എന്നാൽ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 25 മാർക്ക് അതുവഴി കിട്ടിയിട്ടുണ്ടാകും കേട്ടോ. കാരണം എന്താ വെച്ചാൽ തെറ്റിപ്പോവും. പക്ഷെ ആ തെറ്റുകൾ പിന്നെ ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ എഴുതി നോക്കി, പിന്നെ എന്താ അതിൻ്റെ കൺസെപ്റ്റ് നോക്കി, നമ്മൾ കാൽക്കുലേഷൻ മിസ്റ്റേക്കോ കെയർലെസ് മിസ്റ്റേക്ക് ആണെങ്കിൽ അത് നോക്കി, പിന്നെ അടുത്ത എക്സാമിലേക്ക് ജസ്റ്റ് ആ ബുക്ക് ഇങ്ങനെ വായിച്ചു. ഏറ്റവും അവസാനം മിസ്റ്റേക്ക് ബുക്ക്, ഞാൻ അതിൻ്റെ മിസ്റ്റേക്ക് ബുക്ക് എന്നാണ് പറയാറുള്ളത്. ആ മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടെങ്കിൽ തന്നെ എന്തായിരിക്കും ഒരു പരിധിവരെ നിങ്ങൾ മൊത്തം കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ സാധനം കേട്ടോ. അതായത് നിങ്ങൾ എക്സാം എഴുതുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം എഴുതിയിട്ട് ആ കീ നോക്കിയിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എവിടെയൊക്കെയാണ് എനിക്ക് പാളിപ്പോയതോ, അതായത് അത് ശരിക്ക് അന്ന് ഒരു മാർക്ക് സ്കീം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ, മാത്തമെറ്റിക്സ് ആണോ അല്ലെങ്കിൽ പിന്നെ ആപ്ലിക്കേഷൻ ലെവലാണോ എന്നൊക്കെ ഉള്ളത്. അത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങളത് ചെയ്യാന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ എവിടെ റിപ്പീറ്റ് ചെയ്താലും കുഴപ്പമില്ല, ഇമ്പോർട്ടൻ്റ്. ഞാൻ മറ്റേ ഹാഫ് MV² കഥ പറയാറുണ്ട്. പിന്നെ കൈനറ്റിക് എനർജിയിൽ എനിക്ക് ആദ്യമായിട്ട് ഇവരും കേട്ടതായിരിക്കും, ആദ്യമായിട്ട് കൈനറ്റിക് എനർജീൻ്റെ ചോദ്യം വന്നപ്പം നിങ്ങൾക്കറിയില്ല അതിൻ്റെ ഇക്വേഷൻ ഹാഫ് MV² ആണ്. അപ്പം ഈ എമ്മും വിയും കണ്ടെടുത്തതിൻ്റെ തിരക്കിൽ എന്തായിപ്പോൾ നമ്മൾ ഹാഫ് മറന്നു, MV² മാർക്ക് ചെയ്യും. അത് കൃത്യമായിട്ട് ഓപ്ഷനിലുണ്ടാവും. നമ്മൾ കാൽക്കുലേറ്റ് ഇത് എന്താ വർക്ക് പവർ എനർജി ഫുള്ള് ശരിയാന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ തെറ്റാ. അപ്പം അന്നതിന് ശേഷം കൈനറ്റിക് എനർജിന്റെ ചോദ്യം കാണും എന്റെ മനസ്സ് പറയുന്നത് അജാസെ അപ്പം ആ സാധനം എന്താണ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ബയോളജിയിലൊക്കെ കുറെ ഹെൽപ്പ് ചെയ്യൂലേ. ഇപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ഇൻകറക്റ്റ് എന്നുള്ള ആദ്യം നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്യും. എക്സാം കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും എന്താ ഇൻകറക്റ്റ് ആണ്. അങ്ങനത്തെ ചിലപ്പോൾ 2-3 ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടാവും. പിന്നെ അതേപോലെ ഈ ഓൺലി ഒക്കെ വരുന്നത് അതൊക്കെ പിന്നെ ലാസ്റ്റ് ആണ് നമുക്ക് മനസ്സിലാവില്ല. അതായത് ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അതിന്റെ ഒരു ഓൺലിയും കൂടെ തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവും അത് റോങ് ആയി. അതെ അതെ റൈറ്റ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ പറഞ്ഞ 2 കാര്യങ്ങളും. ഇന്ന് എന്താ ചെയ്യാന്നുള്ളത് എഴുതി വെക്കുക. അതായത് തുടക്കത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഡൗൺ ആവും, പക്ഷെ പിന്നെ പിന്നെ നമുക്ക് മനസ്സിനൊരു സാധനം വരൂലേ, അതായത് ചെയ്ത് തീർക്കണം എന്നുള്ളത്. പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ഒക്കെ എക്സാം കഴിയുമ്പോൾ ഒരു പേജ് കഴിയും, ഒരു പേജ് ആവും, അതായത് ഇത് കംപ്ലീറ്റ് മിസ്റ്റേക്ക് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ എന്നോട് പറയും ഈ പേജിൽ ഈ ഒരു ഭാഗം മാത്രമേ അവസാനം എക്സാമിന്റെ ആ ടൈമിലാവുള്ളൂ, മാത്രമേ പിന്നെ ഏറ്റവും അവസാനത്തെ എക്സാമിലൊക്കെ എത്തുമ്പോൾ ഈ പേജിൽ ഒന്നും ഉണ്ടാവില്ല. റെഡിയാക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനേഷന്റെ മരാണല്ലേ. ഞാൻ എന്തായാലും കൊണ്ടുവരുന്നുണ്ട്. പാലക്കാടാണ്, വീട്ടിലൊക്കെ പോയി എൻജോയ് ചെയ്തിട്ട്. കാരണം അവന് ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വീട്ടിലും പോകാറില്ല, അവിടെ തന്നെ ഫുൾ ടൈം ഉണ്ടാവുന്നു. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്തായോണ്ട് ഉമ്മാന്റെ വീട്ടിലൊക്കെ. എനിക്ക് തോന്നുന്നത് ഞാനിങ്ങനെ വന്ന് പറയുന്ന ഒരുവിധം എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കിയ ഒരാളെ. കാരണം ഞാൻ പറഞ്ഞു നിങ്ങൾ മെയ് 5-ന് ശേഷമേ പോവുള്ളൂ, ഇവിടുന്ന് പരീക്ഷ എഴുതിയിട്ടേ പോവുള്ളൂ, എല്ലാത്തിനും ഒരു ടൈം മാനേജ്മെന്റ് എല്ലാം ഉണ്ടായിരുന്നു. റൈറ്റ്. അപ്പം പിന്നെ അച്ഛനെ വിളിച്ചപ്പോൾ അവങ്ങ പറഞ്ഞു അച്ഛൻ സംസാരിക്കാൻ പറ്റിയില്ല, കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അതൊരു ഫീല് തന്നെയാണല്ലേ. പിന്നെ യെസ്. ആൻഡ് ലാസ്റ്റ് ഒരു ചോദ്യം കൂടി. ഈ ഇപ്പം നിന്റെ പ്രായത്തിലുള്ള +2 ഒക്കെ കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഉഴപ്പാണ്, എന്താ അവരോട് പറയാനുള്ളത്? പച്ചക്ക് പറയണേല് മൂഞ്ചു, വേറൊന്നും പറയാനില്ല. അപ്പം എന്താണ് അത് നല്ലൊരു എൻഡിങ് ആയിട്ട് ഇനി അതിലൊന്നുമില്ല. അതായത് ഉഴപ്പിക്കഴിഞ്ഞാൽ ഇവൻ പറഞ്ഞത് തന്നെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. സോ താങ്ക് യു ഷാബാസ്, ഓൾ ദ ബെസ്റ്റ്. ലൈഫിൽ ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ.